അസ്സലാമു അലൈക്കും. കോഴിപ്പാടാണ്. അപ്പോൾ മൈസൂർ തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ നമ്മളൊരു സുഹൃത്തിൻ്റെ റൂമുണ്ടായിരുന്നു. ആ റൂമിൽ നിന്നു ഞങ്ങൾ സുബൈ സ്കെച്ചാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങിയതാണ്. സ്കർ കഴിഞ്ഞാണ്ട് ഇതായി. അപ്പോൾ ഇനി ഒരു ചായ കുടിച്ച് അടുത്ത പ്ലാൻ ഇടണം. അപ്പോൾ ഇന്ന് ഞങ്ങൾ കുറേ നേരം ഇവിടെ നിൽക്കില്ല. കാരണം കുറേ സ്ഥലങ്ങളൊക്കെ ഇന്നലെ കാണാത്ത സ്ഥലങ്ങൾക്ക് ഒരുപാട് കണ്ടു. ഞങ്ങൾ നോക്കട്ടെ ഞാൻ എവിടെയെങ്കിലും കണ്ടു എന്നില്ല. അവിടെ പോയി കഴിഞ്ഞിട്ട് വേഗം നാട്ടിൽ കൂടണം. എന്നിട്ട് ഗുണ്ടൽപേട്ട കുറച്ച് നേരം നിൽക്കണമെന്ന് കരുതുന്നുണ്ട്. അവിടെ ഇതിലും കുറച്ച് കൃഷി സ്ഥലങ്ങളൊക്കെ കണ്ട് വല്ല ഇങ്ങനെ ആക്കും പോലെ നാട്ടിൽ പോരാനുള്ള പ്ലാനാണ്. മറ്റേ റൂമും കാര്യങ്ങളൊന്നും കാണിച്ചു തരാൻ കഴിഞ്ഞില്ല. മറന്നപ്പോൾ ഞാൻ ഫിസ്കേഷൻ നേരം വൈകിയപ്പോഴത്തേന് ഞാൻ പോകുന്നതാണ്. അപ്പോൾ ഇനി ബാക്കിയുള്ള വീഡിയോ വരും. മൈസൂർ പാലസ് തുറക്കാൻ വേണ്ടി കാത്തിക്കാണ്. കുറേ കയറി കളിച്ച് എന്നാലും ദസറൊക്കെ അല്ലേ. അപ്പോൾ ഒന്ന് കയറി നോക്കുക. മറ്റേ 120 ഉറുപ്പ്യാണ് വലിയ അല്ലേ. അടട്ടിക്ക് 120, കുട്ടിയാൾക്ക് 70, ഫോറിനേഴ്സിന് 1000. അങ്ങനെയാണ്. 10 മണിക്കാണ് തുറക്കുക പറഞ്ഞത്. 5 മണിക്കോ 5:30 6 മണിക്കേറ്റ് അടക്കമൊന്നും പറഞ്ഞു. ഏതായാലും ഞങ്ങൾ വെറുതെ ഒത്തിരിക്കാലം. ഏതായാലും അതിൻ്റെ ഉള്ളിലത് കയറിയിട്ട് വെറുതെ മറ്റേ ദസറായിട്ട് വേറെ എന്തെങ്കിലും വല്ല പരിപാടി എന്തെങ്കിലും ഉണ്ടോ എന്നല്ലോ അറിയാൻ വേണ്ടിയാണ്ട് എന്നിട്ട് കാണിച്ചു തരാം. മൈസൂർ ദസറയ്ക്ക് എന്തെങ്കിലും പരിപാടി എന്ന് വെച്ചാൽ മറ്റേ മൈസൂരിൻ്റെ പാലസിനുള്ളിൽ നടക്കുന്ന പരിപാടിയാണ് ഇപ്പം ഞാൻ കാണിച്ചു തരാം. ഫ്ലവർ ഷോ കാണാൻ പോകുന്നില്ലാണ്. അതിൻ്റെ ഉള്ളിൽ ഫ്ലവർ ഷോ ഉണ്ട്. കാരണം അപ്പം ഞാൻ കണ്ടാണ്ട് പോവാം. 50 ഉറുപ്പ്യ ടിക്കറ്റ്, കുട്ടിയാക്കി 25 ഉറുപ്പ്യ.
അപ്പോൾ മൈസൂരിൽ നിന്ന് ഇവിടെ പറയാണ് മറ്റേ മതി. ഇനി നമ്മളെ ഇനി എന്താ പറയുക അവിടെ പെരിക്ക് എത്തുമ്പോഴത്തേന് നേരം മതിയാവും. 12:40 നേരം. ഇനി ഇവിടെ നാക്കും പോലെ ഇങ്ങനെ കഴിഞ്ഞ് അല്ല മഴയും വെച്ചിട്ടുണ്ട്. ചെറിയ ചീച്ചിൽ മഴ ഉണ്ട് ഇവിടെ ഇടയ്ക്കിടയ്ക്ക്. അപ്പോൾ ഇനി നമുക്ക് നാട്ടിൽ വേഗം വിടുക. ബൈക്ക് പറ്റുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് കാണാം.